എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 4 മണിക്ക് നല്ല ചൂട് കട്ടൻ ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അതുപോലെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുവാണെങ്കിൽ 2-3 ദിവസമൊക്കെ കേടുപാട് കൂടാതെ നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ട് നല്ലൊരു 4 മണി പലഹാരം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി നമുക്ക് അവിൽ പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ അളവിൽ അവിലാണ് എടുത്തിട്ടുള്ളത്. നല്ല പിങ്ക് അവിലാണ്, അത് നല്ല കട്ടിയുള്ള അവിലാണ് കേട്ടോ. കപ്പളവാണെങ്കിൽ 2.5 കപ്പ് അളവുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നാൽ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അവില് പാനിലേക്ക് മാറ്റാം. ഇനി അവില് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ച് വറുത്തെടുക്കാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൈവശം ഉള്ളത് വെളുത്ത അവിലാണെങ്കിൽ അത് എടുക്കാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ച് സമയം തന്നെ വറുത്തെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വെളുത്തവിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അവില് ഫ്രൈ ആയി വരുമ്പോൾ നമ്മുടെ കൈകൊണ്ട് ഇതുപോലെ വാരി നോക്കുമ്പോൾ നല്ല ഒടിഞ്ഞു വരുന്ന പരുവമാണ് ആയി വരേണ്ടത്. ഇപ്പോൾ പാകമായിട്ടില്ല, നല്ലതുപോലെ മുരിഞ്ഞു കിട്ടണം. അതുവരെ നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പിങ്ക് അവിലിന് നല്ല കട്ടിയുള്ളത് കൊണ്ട് കുറച്ച് സമയം ആവശ്യമായിട്ട് വരും നമുക്കിതുപോലെ വറുത്തെടുക്കാനായിട്ട്. അങ്ങനെ ഒരു 2-3 മിനിറ്റ് നേരം അവില് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവില് നല്ലോണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. കൈകൊണ്ടൊന്ന് ഒടിച്ചു നോക്കിയാൽ ഒടിഞ്ഞു വരുന്ന ഒരു പാകത്തിലേക്ക് ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അവിലിനി ചൂടാറി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അവില് ചൂടാറി വരുന്ന സമയം കൊണ്ട് ഇതുപോലെ 2 ഏത്തപ്പഴം ഒന്ന് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അരമുറി നാളികേരം ഒന്ന് തിരുമിയും കൂടെ വെക്കണം. നിങ്ങൾക്ക് നാളികേരമൊക്കെ കൂടുതൽ അളവിൽ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർക്കാം. ഞാനിപ്പോ കുറഞ്ഞ അളവിലാണ് എടുക്കുന്നത്. അവില് ഫ്രൈ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതേ പാനിലേക്ക് 2-3 ടീസ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച പഴം കട്ട് ചെയ്ത് ചേർക്കാം. പഴം നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പഴം ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവില് കാഷ്യൂ ചെറുതായിട്ട് കൃഷി ചെയ്തതാണ് ഇതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് വറുത്തെടുത്തിട്ടുള്ള അവിലിന്റെ ചൂടാറി വന്നിട്ടുണ്ട്. മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. ഇനി ഇത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അവില് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ പഴവും കാഷ്യൂസൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതേ ഒരു പാകമായാൽ ഇതിലേക്ക് നമ്മൾ തിരുമ്മി എടുത്തിട്ടുള്ള നാളികേരം ചേർക്കാം. നാളികേരം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത്തപ്പഴം കൂടുതൽ അളവിൽ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അതും അധികം ഒന്നും വലിപ്പമുള്ളതല്ല കേട്ടോ. ഒരു 200 ഗ്രാം അളവ് ഉണ്ടാകുന്ന പഴമാണ്. നാളികേരം ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നാളികേരത്തിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ശർക്കരപ്പൊടി കൈവശമില്ലെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ച് ആ ഒരു പാനി ചേർത്താൽ മതിയാകും. ഞാനിപ്പോൾ വളരെ എളുപ്പത്തിൽ പലഹാരം ചെയ്തെടുക്കുന്നതിനായിട്ട് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. 200 ഗ്രാം അളവിലാണ് ശർക്കരപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളവും ശർക്കരപ്പൊടിയും പഴമൊക്കെ ചേർത്ത് ഒന്ന് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരട്ടെ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം. ഈ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ചു വരണം. അതിനായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. അങ്ങനെ ശർക്കര പാനിയൊക്കെ ചേർത്ത് നമ്മുടെ ഈ ഒരു പഴം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളമൊന്നും ഇല്ല കേട്ടോ. അതുണ്ടോ, ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. അവരിതിലേക്ക് ചേർക്കാൻ പോവാണ്. ആ ഒരു സമയത്ത് വെള്ളം പോരായ്മ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് കൈവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പലഹാരം തയ്യാറാക്കാം. ഇനിയിപ്പോ അവില് ചേർക്കുവാണ്. അങ്ങനെ അവില് മുഴുവനും ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ നമുക്ക് ഇതും ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അവിലും പഴമൊക്കെ ചേർത്ത് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെറുവെറുന്നതിന് ഒരു പാകത്തിലാണ് ഉള്ളത്. ഈ ഒരു പഴത്തിനും ഈ ഒരു അവിൽക്കൂട്ടിനൊക്കെ ഒരു നനവ് കിട്ടുന്നതിനായിട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടാറി വരണം. ഒരുപാടൊന്നും
വരരുത്. ഒന്ന് കൈകൊണ്ട് ഇട്ട് നോക്കുമ്പോൾ ചെറിയ ചൂട് വേണം. അതിനുശേഷം നമുക്ക് ഉരുളകളാക്കി മാറ്റാം. ഇനിയിപ്പോൾ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് ഒന്ന് ബോളാക്കി എടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ബോളാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ അടുത്ത ബോൾ നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ബോളും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് വരാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ട് കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കാണുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.